കേരളത്തിലേക്ക് എത്തുന്നു. മാസപ്പടി കേസിൽ ഇ ഡി കുരുക്കുമുറുകുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ CMRL പ്രതിനിധികളെ ഇന്ന് ചോദ്യം ചെയ്യും. സാമ്പത്തിക ഇടപാട് രേഖകളുമായി ഹാജരാകാനാണ് CMRL ഫിനാൻസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എക്സാലോജിക്കിനും ഉടൻ സമൻസ് നൽകും. വിശദാംശങ്ങൾ അശ്വതി നൽകും. അശ്വതി, മാസപ്പടി ഇടപാടിൽ CMRL പങ്കാളിത്തം എത്രമാത്രം ചോദ്യം ചെയ്യപ്പെടും? ഫിജി, ഇതൊരു അടുത്ത ഘട്ടത്തിലേക്ക് ഈ കേസ് പോകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ നീക്കങ്ങളാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ CMRL ഉദ്യോഗസ്ഥരോട് ഇന്ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച നോട്ടീസ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുക എന്നതാണ് പ്രധാനമായും ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ 1.25 കോടി രൂപയുടെ ഒരു ഇടപാട് നടന്നു എന്നതാണ് അടിസ്ഥാനപരമായി ഈ കേസ്. അതിന്റെ വിശദാംശങ്ങളായിരിക്കും പ്രധാനമായും ചോദിച്ചറിയുക. ഇന്ന് വിളിപ്പിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇഡിക്ക് മൊഴി നൽകിയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തിയതിന് ശേഷം ഒരുപക്ഷെ കൂടുതൽ ആളുകളിലേക്ക് ഈ ചോദ്യം ചെയ്യൽ നീളാനുള്ള സാധ്യതയുണ്ട്. അതായത് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് ചോദ്യം ചെയ്യൽ നീളാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ CMRL ഉദ്യോഗസ്ഥരെയാണ് വിളിപ്പിച്ചിരിക്കുന്നതെങ്കിലും എക്സാലോജിക് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അതിന്റെ മേധാവികളിലേക്കും ഈ ചോദ്യം ചെയ്യൽ നീളാനുള്ള ഒരു സാധ്യതയാണ് ഈ തവണ കാണുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കമ്പനി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് CMRL നിന്ന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിൽ നടത്തിയിരിക്കുന്ന ഇടപാടുകളാണ് പ്രധാനമായും നൽകുന്നത്. ഈ ചോദിക്കുക, പണം വാങ്ങിയത് ഏത് തരം സേവനത്തിനാണ് എന്ന് വ്യക്തമാക്കണം, രേഖകൾ സഹിതം ഇത് സംബന്ധിച്ച് ഹാജരാകണം എന്നാണ് ഈ ഉദ്യോഗസ്ഥരോട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. CMRL തമ്മിലുള്ള ഈ എക്സാലോജിക്കും CMRL തമ്മിലുള്ള ദുരൂഹമായ പണമിടപാടുകളിൽ ഇഡി നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പിന്റെ അടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് വരുന്നത്. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഇത് സംബന്ധിച്ചുണ്ടാവുക. ഒരുപക്ഷെ അതിൽ നിന്ന് ലഭിക്കുന്ന രേഖകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലായിരിക്കും എക്സാലോജിക് കമ്പനിയുമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കും ഈ അന്വേഷണം തുടരുക. ഫിജി.